friends, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൈപ്പർലിങ്ക് ആണ്. എന്താണ് ഹൈപ്പർലിങ്ക് എന്ന് ഞാൻ ആദ്യം പറയാം അറിയാത്തവർക്ക് വേണ്ടിയിട്ട്. അതായത് നമ്മൾ പല വെബ്സൈറ്റുകളും വിസിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഒരു പർട്ടിക്കുലർ അതായത് ഒരു അണ്ടർലൈൻഡ് ആയിട്ടുള്ള ഒരു ലിങ്ക് കാണാം അല്ലേ, ഒരു ഇലക്ട്രോണിക് ലിങ്ക്. അതാണ് ഈ ഹൈപ്പർലിങ്ക് എന്ന് പറയുന്നത്. ആ ലിങ്ക് നമ്മളെ മറ്റ് വെബ് പേജുകളിലേക്ക് റീഡയറക്റ്റ് ചെയ്യുകയാണ് ചെയ്യുക, അത് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അല്ലേ. അതേപോലെ നിങ്ങൾക്ക് എക്സൽ ഫയലിലും അങ്ങനെയുള്ള ലിങ്കുകൾ ക്രിയേറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ അത് നമുക്ക് മറ്റ് വെബ്സൈറ്റുകളിലേക്ക് മാത്രമല്ല എങ്ങനെയും കൂടെ കൊടുക്കാം. അതായത് വേറൊരു എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വർക്ക് ഷീറ്റിലേക്കോ ഒരു ഫയലിലേക്കോ ഒക്കെ നിങ്ങൾക്ക് ആ ലിങ്ക് കൊടുക്കാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് പല രീതിയിൽ ക്രിയേറ്റ് ചെയ്യാം. ഒന്നുകിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ഷേപ്പ്, അതായത് ഒരു ഓവൽ ഷേപ്പോ ഒരു സ്ക്വയർ ഷേപ്പോ എന്ത് വേണമെങ്കിലും ഇൻസേർട്ട് ചെയ്തിട്ട് അതിൽ വേണമെങ്കിൽ ഹൈപ്പർ ലിങ്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം അല്ലേ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇവിടെ എഴുതുകയാണ്. എൻ്റെ ഈ ഒരു വർക്ക് ഷീറ്റിൽ ഒരുപാട് ഡാറ്റ ഉണ്ടെന്ന് വിചാരിക്കുക. ദെൻ ഞാനിവിടെ കൊടുക്കുകയാണ് ഒരു ഇൻഫർമേഷൻ ഫോർ മോർ വിസിറ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഫോർ മോർ വിസിറ്റ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു സെല്ലിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തു. ദെൻ ഞാനിവിടെ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്കാണ് ഞാനിവിടെ കൊണ്ടുവന്ന് വയ്ക്കാൻ പോകുന്നത്. അതെങ്ങനെ ചെയ്യാമെന്നുള്ളത് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇൻസേർട്ട് ടാബിലാണ് നമ്മൾ പോകേണ്ടത്. ഇൻസേർട്ട് ടാബിൽ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കാണാം അല്ലേ. അതായത് ക്രിയേറ്റ് എ ലിങ്ക്, ഇവിടെ തന്നെ പറയുന്നത് ആഡ് എ ഹൈപ്പർ ലിങ്ക്. Ctrl+K ആണ് ഇതിൻ്റെ ഷോർട്ട് കട്ട് എന്ന് പറയുന്നത്. ഹൈപ്പർ ലിങ്കിൻ്റെ ഷോർട്ട് കട്ട് എന്താണ്? Ctrl+K. ക്രിയേറ്റ് എ ലിങ്ക് ഇൻ യുവർ ഡോക്യുമെൻറ്റ് ഫോർ ക്വിക്ക് ആക്സസ് ടു വെബ് പേജസ് ആൻഡ് ഫയൽസ്. ഇവിടെ തന്നെ പറയുന്നുണ്ട് വെബ് പേജസും ഫയൽസും നിങ്ങൾക്ക് ലിങ്ക് കൊടുക്കാം അല്ലേ. അപ്പോൾ ലിങ്ക് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ഞാൻ ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വിൻഡോ ആണ് വരുന്നത് അല്ലേ. ഇവിടെ നിങ്ങൾക്ക് ലിങ്ക് ടു എന്ന് പറഞ്ഞിട്ട് 4 ഓപ്ഷൻസ് കാണാം. അതായത് എന്തിലേക്കൊക്കെയാണ് നമുക്ക് ലിങ്ക് കൊടുക്കാൻ പറ്റുക എന്നാണ് ഇവിടെയുള്ള ഓപ്ഷൻസ് ഡിനോട്ട് ചെയ്യുന്നത്. അതായത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എക്സിസ്റ്റിംഗ് ഫയൽ ഓർ വെബ് പേജ്. അപ്പോൾ നമുക്കൊരു എക്സിസ്റ്റിംഗ് ഫയലിലേക്കോ അതായത് വേറൊരു ഫയലിലേക്കോ അതല്ലെങ്കിൽ വെബ് പേജിലേക്കോ ആണ് നമുക്ക് ലിങ്ക് കൊടുക്കേണ്ടതെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അതുമല്ല പ്ലേസ് ഇൻ ദിസ് ഡോക്യുമെൻറ്റ്, ഈ ഒരു ഡോക്യുമെൻറ്റിൽ തന്നെ, അതായത് ഞാനിപ്പോൾ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുള്ള ഹൈപ്പർ ലിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫയലാണ്. അപ്പോൾ അതിലേക്ക് തന്നെയാണ്, അതിൽ ഡിഫറെൻറ്റ് വർക്ക് ഷീറ്റ്സ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിലേക്ക് തന്നെയാണ് വേണ്ടതെങ്കിൽ സെക്കൻഡ് ഓപ്ഷൻ. ഇനി ക്രിയേറ്റ് ന്യൂ ഡോക്യുമെൻറ്റ്, വേറൊരു ന്യൂ ഡോക്യുമെൻറ്റിലേക്കാണ് പോകേണ്ടതെങ്കിൽ അങ്ങനെ. അതുമല്ല ഇമെയിൽ അഡ്രസ്സിലേക്കാണ് എനിക്ക് ഹൈപ്പർ ലിങ്ക് കൊടുക്കേണ്ടതെങ്കിൽ അങ്ങനെ. മനസ്സിലായല്ലോ. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും എനിക്കിവിടെ ഹൈപ്പർ ലിങ്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓപ്ഷനിൽ തുടങ്ങാം, എക്സിസ്റ്റിംഗ് ഫയൽ അല്ലെങ്കിൽ വെബ് പേജ്. എനിക്കിപ്പോൾ എന്താണ് വേണ്ടത്? ഇവിടെ ഫോർ മോർ വിസിറ്റ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു വെബ് പേജിൻ്റെ ലിങ്കാണ് ഞാനിവിടെ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ടെക്സ്റ്റ് ടു ഡിസ്പ്ലേ എന്ന് പറഞ്ഞിട്ടുള്ളടത്ത് എനിക്ക് എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതായത് ഫോർ മോർ വിസിറ്റ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത് ടോപ്പ് അപ്പ് ടിപ്സ് എന്നാണ്. ഓക്കെ, ഇനി ഞാൻ ഓൾറെഡി ഒരു അഡ്രസ്സ് കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ അഡ്രസ്സാണ് ഞാനിവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ ഓക്കെ അടിക്കാൻ പോവാണ്. ഇനി നമ്മുടെ എക്സലിൻ്റെ ഈ വർക്ക് ഷീറ്റിന് എന്താണ് ചേഞ്ച് വരിക എന്നുള്ളത് നമുക്ക് നോക്കാം അല്ലേ. ഓക്കെ അടിക്കുന്നു, കണ്ടോ, ഫോർ മോർ വിസിറ്റ് ടോപ്പ് അപ്പ് ടിപ്സ് എന്ന് പറഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നേരെ ടോപ്പ് അപ്പ് ടിപ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പേജിലേക്കായിരിക്കും പോവുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്യുന്ന വെബ്സൈറ്റിന് ഹൈപ്പർ ലിങ്ക് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. അതായിട്ട് എങ്ങനെയാണ് എക്സിസ്റ്റിംഗ് ഫയലിലേക്ക് ലിങ്ക് കൊടുക്കുക എന്നുള്ളതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സെല്ലിൽ ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്, ടു വ്യൂ ഫയൽസ് ക്ലിക്ക് ഹിയർ. ഓക്കെ, ഞാൻ ഈ സെല്ലൊന്ന് കുറച്ച് വലുതാക്കി കൊടുക്കുകയാണ്. ഓക്കെ, എന്നിട്ട് ഇവിടെയാണ് ഞാൻ ഈ ഹൈപ്പർ ലിങ്ക് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ സെല്ലൊന്ന് സെലക്ട് ചെയ്യുക. ഇപ്രാവശ്യം നമ്മൾ ഹൈപ്പർ ലിങ്ക് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഷേപ്പ് ഇൻസേർട്ട് ചെയ്ത് കൊടുത്തിട്ടാണ്. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. സിമ്പിളായിട്ട് ഈ ഒരു ബ്ലാങ്ക് സെല്ല് നേരത്തെ ക്രിയേറ്റ് ചെയ്ത് വെച്ച പോലെ വേണമെങ്കിൽ ചെയ്യാം. അതല്ല എന്തെങ്കിലും ഷേപ്പ് കൊടുത്തിട്ട് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇൻസേർട്ട് ടാബിൽ വരിക, ഷേപ്സ് എടുക്കുകയാണ് ഞാൻ. എന്നിട്ട് ഞാൻ ഈ ഒരു ഷേപ്പാണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ജസ്റ്റ് ഒന്ന് ഡ്രോ ചെയ്യാം. ഓക്കെ, ഇനി ഈ ഷേപ്പിൻ്റെ കളർ മാറ്റണമെങ്കിൽ വീണ്ടും ഹോമിൽ വന്ന് ഈ ഒരു ഫിൽ കളർ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കളർ മാറ്റി കൊടുക്കാം. ഓക്കെ, ഞാൻ കളറൊക്കെ മാറ്റി. ദെൻ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് തന്നെ ക്ലിക്ക് ചെയ്ത് വയ്ക്കുക. ദെൻ ഇൻസേർട്ട് ടാബിൽ പോവുക, ലിങ്ക് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. ഫസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് വേണ്ടത്, എക്സിസ്റ്റിംഗ് ഫയൽ അല്ലെങ്കിൽ വെബ് പേജ് എന്നുള്ള ഓപ്ഷൻ. അത് എക്സിസ്റ്റിംഗ് ഫയലാണ് നമ്മളിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഡെസ്ക്ടോപ്പിലാണുള്ളത്. നിങ്ങൾക്ക് ഇനി ബ്രൗസ് ചെയ്യണമെങ്കിൽ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ട് ഏതാണോ വേണ്ടത് അതിനനുസരിച്ച് സെലക്ട് ചെയ്യാം. ഓക്കെ, ഞാൻ ഡെസ്ക്ടോപ്പിൽ നിന്ന് ഒരു ഫയൽ എടുക്കാൻ പോവാണ്. ഓക്കെ, ഈ ഒരു ഫയൽ സെലക്ട് ചെയ്തിട്ട്
ഓക്കെ അടിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ലിങ്ക് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ അടുത്ത് കേഴ്സർ കൊണ്ടുപോകുമ്പോൾ നമുക്കിതിൻ്റെ ലൊക്കേഷനാണ് കാണുക. അപ്പോൾ അത് വേറെ ആരും കാണണ്ട. ജസ്റ്റ് അവർ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഫയലിലേക്ക് പോയാൽ മതി എന്നാണെങ്കിൽ ജസ്റ്റ് നമുക്കിതിനെ ഒന്ന് എഡിറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇതിൽ കേഴ്സർ കൊണ്ടുവന്ന് വെച്ചിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്താൽ മതി, സെലക്ട് ആയിക്കോളും. എഡിറ്റ് ലിങ്ക് എന്നുള്ള ഓപ്ഷൻ ഇവിടെ കാണാം അല്ലേ? അപ്പോൾ അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിവിടെ കാണാം സെറ്റ് ഹൈപ്പർ ലിങ്ക് സ്ക്രീൻ ടിപ്പ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ ഞാൻ ക്ലിക്ക് ഹിയർ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. ഓക്കെ, ദെൻ ഓക്കെ അടിക്കുന്നു, അഗെയിൻ ഓക്കെ അടിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ ഓക്കെ എന്നിട്ട് പുറത്ത് കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്തേ. ഇനി നിങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൊക്കേഷൻ കാണില്ല, മറിച്ച് ക്ലിക്ക് ഹിയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ മാത്രമേ കാണുള്ളൂ. പല സ്ഥലത്തും നമ്മൾ ഇങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ടല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് ഇവരൊക്കെ ഇതൊക്കെ ചെയ്തു വയ്ക്കുന്നത്. മനസ്സിലായല്ല? സിമ്പിൾ അല്ലേ? ഇനി അപ്പോൾ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കാൻ നോക്കാം. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ദെൻ കണ്ടോ നമ്മൾ ആ കൊടുത്തിട്ടുള്ള ഇൻഡെക്സ് ആൻഡ് മാച്ചിലേക്ക് എത്തി. വളരെ ഈസി ആയിട്ട് നമുക്ക് ഫയൽസിലേക്ക് ലിങ്ക് കൊടുക്കാൻ പറ്റും അല്ലേ? അടുത്തതായിട്ട് നമ്മളിവിടെ കാണാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെയിം വർക്ക് ബുക്കിലേക്ക് തന്നെ, അതായത് വേറൊരു വർക്ക് ഷീറ്റിലേക്ക് എങ്ങനെയാണ് ലിങ്ക് കൊടുക്കുക എന്നുള്ളതാണ്. ഇവിടെ എനിക്ക് രണ്ടാമതൊരു വർക്ക് ഷീറ്റ് ഉണ്ട്, ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വർക്ക് ഷീറ്റ് കൂടി ഉണ്ട്. അപ്പോൾ അതിലേക്ക് എങ്ങനെയാണ് പോവുക എന്നുള്ളതാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. ഓക്കെ, ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. ദെൻ ഈ ഒരു സെല്ലിലാണ് ഞാനിവിടെ ലിങ്ക് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോഴും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഇൻസേർട്ട് ടാബിൽ പോയിട്ടുണ്ടെങ്കിൽ ഇനി ഐക്കൺസ് എന്തെങ്കിലും കൊടുക്കാം. ദെൻ ഏത് ഐക്കൺ വേണമെങ്കിലും ഇവിടെ നമുക്ക് കൊടുക്കാവുന്നതാണ്. കണ്ടോ, ഒരുപാട് ഐക്കൺസ് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിലേത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു ഐക്കണാണ് എടുക്കുന്നത്. ഇൻസേർട്ട് എന്ന് പറഞ്ഞിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുത്തു. കണ്ടോ, അപ്പോൾ ഈ ഐക്കൺ ഇവിടെ വന്നു. ദെൻ ഇനി ഇവിടെ ക്ലിക്ക് ചെയ്ത് വെച്ചതിന് ശേഷം എന്ത് ചെയ്യുക, ഇൻസേർട്ടിൽ പോവുക, ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ദെൻ പ്ലേസ് ഇൻ ദിസ് ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ് ഞാൻ ഇപ്രാവശ്യം സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അത് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിലുള്ള, അതായത് ഈ ഒരു വർക്ക് ബുക്കിലുള്ള ഷീറ്റ്സ് മുഴുവനും ഇവിടെ വരും. ഹൈപ്പർ ലിങ്കും ഡിസ്കൗണ്ടും ആണുള്ളത്. അപ്പോൾ എനിക്ക് വേണ്ടത് ഡിസ്കൗണ്ടിലേക്കുള്ള ലിങ്കാണ്. അപ്പോൾ ഡിസ്കൗണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക, ഓക്കെ അടിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ ലിങ്ക് ഇപ്പോൾ ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. കണ്ടോ? ഇനി സെയിം വേ നമുക്ക് അവിടെയും ഈ ഒരു എന്താണ് ലിങ്ക് വേണ്ട എന്നാണെങ്കിൽ എന്ത് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ദെൻ എഡിറ്റ് ലിങ്ക് കൊടുക്കുക. എന്ത് ചെയ്യുക, ഇവിടെ നമ്മൾ സ്ക്രീൻ ടിപ്പ് ടെക്സ്റ്റ് എന്നുള്ളിടത്തിൽ ക്ലിക്ക് ഹിയർ എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ എന്താണോ ടെക്സ്റ്റ് വേണ്ടത് അത് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ അടിക്കുകയാണ്, അഗെയിൻ ഓക്കെ അടിക്കുന്നു. ദെൻ ഇനി നിങ്ങൾ ഇതിൻ്റെ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ ക്ലിക്ക് ഹിയർ എന്ന് പറഞ്ഞിട്ട് മാത്രമേ കാണുള്ളൂ. അത് മനസ്സിലായല്ലോ? അപ്പോൾ നോക്കിക്കോ, ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ വരുന്നത് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പേജിൽ, ഈ ഒരു വർക്ക് ഷീറ്റിലേക്കാണ്. മനസ്സിലായല്ലോ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഹൈപ്പർ ലിങ്ക് ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നത്. അതുപോലെ തന്നെ ഇനി നമുക്ക് പിക്ചേഴ്സിന് വരെ എന്ത് സെറ്റ് ചെയ്യാം, ഹൈപ്പർ ലിങ്ക് കൊടുക്കാവുന്നതാണ്. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ലോഗോ ഒക്കെ ഉണ്ടെങ്കിൽ അത് പേജിൻ്റെ എൻഡിൽ വെച്ചിട്ട് അതിൽ തന്നെ ലിങ്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും വെബ്സൈറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കൊടുക്കാവുന്നതാണ്. സെയിം വേ നമുക്ക് ഇമെയിലിനും ലിങ്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഞാൻ ഈ ഒരു സെല്ലിൽ ക്ലിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദെൻ ഇൻസേർട്ട് ടാബിൽ ലിങ്ക് എന്നുള്ള ഓപ്ഷൻ എടുക്കുന്നു. ദെൻ എന്താണ് ഇവിടെ ഇമെയിൽ അഡ്രസ്സാണ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, ദെൻ ഇമെയിൽ അഡ്രസ്സ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ avtechandtravel@hotmail.com എന്നാണ് ഞാനിവിടെ ടൈപ്പ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ടെക്സ്റ്റ് ടു ഡിസ്പ്ലേ എന്നുള്ളിടത്തിൽ ഞാൻ പ്ലീസ് കോൺടാക്റ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. ഓക്കെ, സബ്ജക്റ്റ് വേണമെങ്കിൽ എന്തെങ്കിലും കൊടുക്കാം. ഞാൻ ഇത്ര കാര്യങ്ങൾ മാത്രമേ കൊടുക്കുന്നുള്ളൂ. ദെൻ ഓക്കെ അടിക്കുകയാണ്. കണ്ടോ, പ്ലീസ് കോൺടാക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നു കഴിഞ്ഞു. ഇതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നേരെ ക്രോം സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് നമുക്കിവിടെ കമ്പോസ് ചെയ്യാനുള്ള ഓപ്ഷനാണ് കാണുന്നത്. ടു avtechandtravel എന്ന് പറഞ്ഞിട്ട് ഇമെയിൽ ID വരെ ഇവിടെ വന്നിട്ടുണ്ട് ഓട്ടോമാറ്റിക്കലി. ഓക്കെ, എല്ലാ വെബ്സൈറ്റും വിസിറ്റ് ചെയ്യുമ്പോൾ കാണുന്നതാണ് അല്ലേ. ഫീൽ ഫ്രീ ടു കോൺടാക്ട് എന്ന് പറഞ്ഞിട്ട് മെയിൽ ID ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ കമ്പോസിലേക്ക് പോകുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇങ്ങനെയാണ് ഹൈപ്പർ ലിങ്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു ഹൈപ്പർ ലിങ്ക് വേണ്ട എന്നാണെങ്കിൽ അതെങ്ങനെയാണ് റിമൂവ് ചെയ്യുക എന്നുള്ളത് കൂടി ഞാൻ കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു സെല്ല് വന്ന്, അതായത് സെല്ല് സെലക്ട് ചെയ്ത് വെച്ചതിന് ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്യുക, റിമൂവ് ഹൈപ്പർ ലിങ്ക് എന്നുള്ള ഓപ്ഷൻ ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹൈപ്പർ ലിങ്ക് അങ്ങ് പോയിക്കോളും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഹൈപ്പർ ലിങ്ക് റിമൂവ് ചെയ്യുന്നത്. ഇനി ഈ ടെക്സ്റ്റ് വേണ്ടാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് ഡിലീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നല്ലൊരു ടോപ്പിക്കുമായിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.